Hey Tata, AC on பண்ணுங்கோ. தயவு செய்து தங்கள் கிளைமேட் சிஸ்டமை ஆன் செய்துவிட்டு மீண்டும் முயற்சி செய்யவும். ഹായ് ഹലോ നമസ്കാരം. സംഗതി ഡാർക്കാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ പറയാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏതോ ഒരു വണ്ടിയെക്കുറിച്ചാണ് എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ പിന്നിൽ കിടക്കുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ടാറ്റ നെക്സോൺ EV മാക്സിൻ്റെ ഡാർക്ക് എഡിഷനാണ്. ടാറ്റ നെക്സോൺ EVയുടെ ആദ്യ ഡാർക്കല്ല ഈ ഒരു മാക്സിൻ്റെ ഡാർക്ക് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് റോട്ടിൽ കാണുന്ന ഡാർക്കുകളെ കുറിച്ച് ചെറിയ കൺഫ്യൂഷൻ വരാം. ഡാർക്ക് എഡിഷൻ EV നമ്മൾ കണ്ടിട്ടുള്ളൂ, പച്ച ബോർഡുള്ള ഡാർക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ, ഡാർക്ക് എഡിഷൻ കണ്ടിട്ടുള്ളൂ തോന്നുന്നുണ്ടാവും. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ നെക്സോൺ EVയുടെ പ്രൈമിന് ഓൾറെഡി ഡാർക്ക് എഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വർഷം മുന്നേ ഇറങ്ങിയ ടാറ്റ നെക്സോൺ EV മാക്സിൻ്റെ ഏറ്റവും പുതിയ എഡിഷനായിട്ടുള്ള ഡാർക്ക് എഡിഷനാണ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നെക്സോൺ EV മാക്സിന് ഇവിടെ ഒരു ലൈനുണ്ട്. അതാ ഒരു EV എന്ന് എഴുതിയ ബ്ലൂ കളർ തന്നെ ആവാറാണ് പതിവ്. പക്ഷേ ഈ വണ്ടിക്ക് അത് ഇത്തിരി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കേട്ടോ. കൂടാതെ ഈ ഒരു EVയുടെ ഡാർക്ക് എഡിഷൻ്റെ മുകളിൽ തീർത്തും EVയുടേതായിട്ടുള്ള ഒരുപാട് എലമെൻറ്റുകൾ ഈ ഒരു ബ്ലൂ കളർ കാണാം. ഇപ്പോൾ എഡാമിൻ്റെ ഈ ഒരു ട്രൈ ആരോസ് ആണെങ്കിലും അതല്ല ഫോഗ്ലാമിൻ്റെ ഒരു കവറാണെങ്കിലും ഈ ഒരു EVയുടെ ബാഡ്ജ് ആണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ബ്ലാക്ക് എഡിഷൻ്റെ മുകളിലുള്ള ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള വണ്ടി എന്നുള്ള ലക്ഷണങ്ങൾ തീർത്തും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അകത്ത് കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട്. കാരണം ഹെഡ് ലൈനർ അടക്കം എല്ലാം ബ്ലാക്ക് ആണെന്നുള്ളതാണ്. നെക്സോൺ EV മാക്സ് അതായത് പ്രൈം നിന്ന് മാക്സ് ആയപ്പോൾ ചിലരെങ്കിലും നോട്ടീസ് ഒരു കാര്യമായിരുന്നു ഈ ഒരു 5 ബോൾട്ടുകൾ ഉള്ള ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ചാർക്കോൾ ഗ്രേ എന്ന് പറയുന്ന ഈ ഒരു കളറിൽ വന്നിട്ടുള്ള പുതിയ ഈ ഒരു കളർ തീമാണ് നെക്സോൺ EV മാക്സിൻ്റെ ഡാർക്ക് എഡിഷൻ്റെ പ്രത്യേകത. അപ്പോൾ നെക്സോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സോൺ EV എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ SUV കൈൻഡ് ഓഫ് ക്യാരക്ടറൈസ് ഉള്ള ഒരു വണ്ടിയാണ്. അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്വഭാവ സവിശേഷതയുള്ള വണ്ടിയാണ്. അതായത് ഈ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ആണെങ്കിലും അതല്ലെങ്കിൽ എന്താ പറയുക വീൽ ആർച്ചും ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരൊറ്റ മോഡത്തിലൊരു SUV എന്ന നിലയ്ക്ക് നമുക്ക് തീർത്തും എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നെക്സോൺ എന്ന് പറയുന്നത്. ഈ ഡാർക്ക് എഡിഷൻ്റെ പിൻവശത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയില്ല. പക്ഷേ ഈ ഒരു നെക്സോൺ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു മോണിക്കർ എന്ന് പറയുന്നത് ബ്ലാക്കിലാണെന്നുള്ളത് പറയാം. കൂടാതെ EV അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ബ്ലൂ ഇൻസെർട്ട് പ്രൈം കണ്ട ആളുകൾക്കറിയാം, പ്രൈമിൻ്റെ ഡാർക്ക് എഡിഷൻ കണ്ട ആളുകൾക്കറിയാം ആ ഒരു വണ്ടിയുടെ പ്രത്യേകതകളൊക്കെ. അതായത് കുറേ എലമെൻറ്റുകളും കുറേ ചെറിയ ആഡോൺസൊക്കെ ആ വണ്ടിക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ തന്നെ നെക്സോൺ EV മാക്സിൻ്റെ ഡാർക്ക് എഡിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ സൺറൂഫ് കാണുന്നില്ലേ? ഈ ഒരു ഡാർക്കിൻ്റെ ആ ഒരു റൂഫ് റെയിൽസ് ഡാർക്കല്ല, അത് സ്റ്റിൽ ആ ഒരു സിൽവർ ഫിനിഷ് തന്നെയാണ്. ഈ ഒരു ഡാർക്ക് എഡിഷനകത്തിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അതായത് നെക്സോൺ കണ്ട് പരിചയമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നെക്സോൺ EVയിൽ കയറിയ ആളുകൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ എ പില്ലർ മുതൽ ആ ഒരു സി പില്ലർ വരെ എല്ലാം ഡാർക്കാണെന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈനർ ഡാർക്കാണ്, സീറ്റ് ലെതറത്തെ സീറ്റ് ഡാർക്കാണ്. അപ്പോൾ ശരിക്കും പ്രൈം EVയും അല്ലെങ്കിൽ ഈ ഒരു മാക്സ് EVയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ലെതറത്തെ സീറ്റിൽ ഇതിന് വെന്റിലേറ്റർ സീറ്റ് ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും ആ ഒരു സവിശേഷത അതിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു. അതുമാത്രമല്ല കുറച്ചധികം മാറ്റങ്ങളെന്ന് പറയുമ്പോൾ മികവായിട്ടുള്ളൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം മാറിയെന്നുള്ളതാണ്. 10.25 ഇഞ്ച് ആ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ 20ഓളം ലാംഗ്വേജുകൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ തംഗ്ലീഷ് അങ്ങനെയുള്ള പലവിധ ലാംഗ്വേജ് കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആദ്യം ഈ വണ്ടി ഒന്ന് ഓൺ ചെയ്യട്ടെ കേട്ടോ. അതായത് EV ആയതുകൊണ്ട് സൗണ്ടൊന്നും കേൾക്കില്ല, പക്ഷേ ഫാൻ്റെ സൗണ്ട് ആവും. നമുക്ക് AC ഓഫ് ചെയ്യാം, കാരണം ഈ ഹാളിൽ മൊത്തത്തിൽ AC ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ACയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് കാര്യം പറഞ്ഞാൽ അതൊരു ആൻഡ്രോയിഡ് യൂണിറ്റാണ്. ആ ആൻഡ്രോയിഡ് യൂണിറ്റിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് UA ആണെന്നാണ് പറഞ്ഞത്. ഇതാണ് ആ ഒരു 10.2 ഇഞ്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റെസ്പോൺസ് ആണെന്ന് നോക്കാം. റെസ്പോൺസ് നോക്കാൻ പറയുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. AQA എന്ന് പറയുന്നത് എയർ ക്വാളിറ്റി ഇൻഡിക്കേഷനാണ്. ഇപ്പോൾ എയർ പ്യൂരിഫയറിൽ വണ്ടിയാണിത്. കൂടാതെ എനിക്ക് ഇതിൻ്റെ മുകളിൽ ആ ഒരു ടച്ചൊക്കെ ചെയ്യുമ്പോഴേ ശരിക്കും ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റേതായിട്ടുള്ള ആ ഒരു ടച്ചൊക്കെ കാണുന്നുണ്ട്. ഇനി ഈ ഒരു ബട്ടണിൽ ഹോമിലേക്ക് പോകാം. നമുക്ക് മുകളിൽ തന്നെ ആ ഒരു ബട്ടൺ ഷോർട്ട് കട്ടായി കൊടുത്ത് ടച്ച് തന്നെ ആണെങ്കിൽ കൂടി യൂസബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ എയർ പ്യൂരിഫിക്കേഷൻ സോണാണ്. AQA 26 അകത്ത് AC ഉണ്ട്. ടാപ്പ് ടു പെയർ ഡിവൈസ്, റേഡിയോയുടെ കാര്യം കാണാം. അതുമാത്രമല്ല നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ACയുടെ ഒരു കാര്യങ്ങൾ കണ്ടോ. ഇപ്പോൾ ACയുടെ നമ്മൾ മാറ്റം വരുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ വലുതായി കാണാമെന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഒരു വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്താലോ തീർത്തും നെക്സോൺ EVയുടേതായിട്ടുള്ള പുതിയ ആ ഒരു ഡാഷ്ബോർഡിൽ നിന്നുള്ള പുതിയ സ്ക്രീൻ അടക്കമുള്ള ആ ഒരു വിഷ്വലാണ് കാണിച്ചിട്ടുള്ളത്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫ്ലാറ്റ് ബോട്ടം കാണാം, അപ്പുറത്തും ഇപ്പുറത്തും ഓഫ് എന്നുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്യട്ടെ. അതായത് ഇത് ടെമ്പറേച്ചറും അത് ആ ഒരു എന്താ പറയുക ഫാൻ സ്പീഡുമാണ്. വീണ്ടും ഓഫ് ചെയ്യാണ്, കാരണം നമുക്ക് ആ ഒരു സൗണ്ട് ഇതിനകത്ത് കയറേണ്ട കാര്യമില്ല. അങ്ങനെ പറയുമ്പോൾ ഈ ഫാൻ സ്പീഡ് അല്ലെങ്കിൽ ഫാനിൻ്റെ ആ ഒരു എവിടേക്കാണെന്നുള്ള കാര്യമൊക്കെ നമ്മളത് മാറ്റി നോക്കാം വേണമെങ്കിലൊന്ന്.
ആ എയർ ഇൻഡിക്കേഷൻ മാറുന്നില്ല, സ്റ്റാറ്റിക് ആണ്. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി തന്നെ നമുക്ക് കാണുന്നത് നല്ല ഫോണ്ടാണ്, നല്ല റീഡബിൾ ആയിട്ടുള്ള ഫോണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ തീർത്തും മികവുള്ളൊരു സ്ക്രീനാണ്. അപ്പോൾ ഹാർമൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് മികച്ചതായിരുന്നു. അതായത് സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമ്മളെപ്പോഴും 5ൽ 4 ഒക്കെ റേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ടച്ച് സ്ക്രീനിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് കുറച്ച് കുറവായിട്ട് തോന്നി. കുറച്ച് ലാഗി ആയിരുന്നു, ഒരു ഇത്തിരി യൂസബിലിറ്റി ഇല്ലാത്തൊരു സ്ക്രീനായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി എന്നുള്ളൊരു നല്ല കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ട ഈ ഒരു മെനു എന്ന് പറയുന്നത് ക്ലൈമറ്റിൻ്റെ ആ ഒരു മെനു, അല്ലെങ്കിൽ ഇമേജ് ഒരു ഫോൺ സെറ്റിങ്സ്, ക്വിക്ക് കൺട്രോൾസ്, പാർക്ക് അസിസ്റ്റ്. അതായത് ക്യാമറ എന്ന് പറയുന്നത് VG ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് HD ക്യാമറ ആയി എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. കൂടാതെ പാർക്കിംഗ് സെൻസറിൻ്റെ ഒരു കാര്യം കൂടി കാണാം. ഈ ഒരു സ്റ്റിയറിങ്ങിന് നമുക്ക് ആ ഒരു ലൈൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫുൾ സ്ക്രീൻ കാണാനും അതല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കാനും ഒക്കെ പറ്റും. ഇനി ഹേയ് സിരി എന്ന് പറയും പോലെ, അതല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്നൊക്കെ പറയും പോലെ, ഹേയ് ടാറ്റ AC ഓൺ. Please turn on climate system and try again. അതുപോലെ തമിഴ് കേൾക്കുന്നവരാണ്. അപ്പോൾ എന്ത് പറയും? ഹേയ് ടാറ്റ AC ഓൺ പണ്ണുങ്കോ. தயவு செய்து தங்கள் கிளைமேட் சிஸ்டமை ஆன் செய்துவிட்டு மீண்டும் முயற்சி செய்யவும். അങ്ങനെ തമിഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഭാഷകളുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. കൂടാതെ ഫോൺ സെറ്റിങ്സിനകത്ത് നമുക്ക് ആ ഒരു ഡിവൈസ് വിസിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 20ഓളം ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ വന്നപ്പോൾ തീർത്തും ഈ ഒരു വണ്ടിയുടെ ആ ഒരു അകത്തളത്തിനെ ഒരു ഇത്തിരി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും മിക്കവാറും ഈ ഒരു വണ്ടിയുടെ മെയിനായിട്ട് പ്രത്യേകത. കൂടാതെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള, അതായത് ഓട്ടോ ഡെമ്മിങ്ങുള്ള ഒരു മിറർ കൂടി ടാറ്റ നെക്സോൺ EV മാക്സിൻ്റെ ഈ ഒരു ഡാർക്ക് എഡിഷൻ്റെ പ്രത്യേകമായിട്ട് പറയാം. ഇനി പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ നെക്സോൺ EV മാക്സിൻ്റെ അകത്ത് ഒരുപാട് എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡാർക്കായപ്പോൾ ഡോർ പാഡ് മാറി, ഡോർ പാഡ് ഡാർക്കായി. ഡാർക്കിനകത്തൂടെ ആ ഡോർ പാഡിനകത്ത് ലെതറിൻ്റെ ഇൻസേർട്ടുകളുണ്ട്. കൂടാതെ ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ ഒരു ഇത്തിരി കൂടി ഗ്ലോസി ബ്ലാക്ക് ആക്കി. അങ്ങനെ കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഉണ്ട്. മെയിനായിട്ടും എന്ന് പറയുന്നത് ഇപ്പോൾ ടാറ്റ നെക്സോൺ EVയുടെ മാക്സ് അല്ലെങ്കിൽ ഈ ഒരു മാക്സിന് ഡാർക്ക് എഡിഷൻ വന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ പറയുമ്പോൾ മാക്സും അല്ലെങ്കിൽ പ്രൈമും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ കൂടി പറയാം. അതായത് പ്രൈമിന് ആ ഒരു ജോവൽ നോബില്ല, അത് ഈ ഒരു മാക്സിനുണ്ട്. പിന്നെ ഈ ഒരു കൺസോളും അല്ലെങ്കിൽ ഈ സ്ക്രീനെല്ലാം തന്നെ ഒരു ഇത്തിരി ട്രാൻസ്ഫോം ചെയ്യാൻ പറഞ്ഞ പോലെ. അപ്പം മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മാക്സിൻ്റെ ആയിട്ട് പറയാനുള്ളൂ. അതായത് നെക്സോൺ EV മാക്സ് ഡാർക്ക് വന്നു. തീർത്തും നമ്മളെ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മൊത്തത്തിൽ ഡാർക്ക് കളർ വണ്ടികളോട് ഇത്തിരി എന്താ പറയുക ഒബ്സഷനുള്ള ആളുകളാണ്. അപ്പോൾ വണ്ടി വാങ്ങുമ്പോൾ പ്രീമിയം കാറുകളാണെങ്കിലും BMW അല്ലെങ്കിൽ മെഴ്സീഡസ് ബെൻസ് ഒക്കെ പോലുള്ള വാഹനങ്ങളാണെങ്കിലും അതല്ല, ഒരു പരിധി കൂടുതൽ വില കൂടിയ വാഹനങ്ങളൊക്കെ തന്നെയും ആളുകൾ മേടിക്കുക ഡാർക്ക് എഡിഷനാണ്. അങ്ങനെ ഡാർക്ക് എഡിഷൻ അല്ല, ബ്ലാക്കാണ് മേടിക്കാം. അങ്ങനെയുള്ള കാര്യത്തിൽ നെക്സോൺ EV മാക്സിന് ഡാർക്ക് എഡിഷൻ ഇല്ലായിരുന്നു എന്നുള്ളൊരു പോരായ്മ തന്നെയായിരുന്നു. ആ ഒരു പോരായ്മ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കൺസോൾ അല്ലെങ്കിൽ മീറ്റർ കൺസോളിൽ കാര്യമായിട്ട് മാറ്റമൊന്നും തന്നെയില്ല. അത് ആ ഒരു ക്യാരി ഫോർവേഡ് വന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ അതിനെക്കുറിച്ച് പറയുള്ളൂ. അതായത് നെക്സോൺ EV നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു വാഹനമൊന്നുമല്ല. നമ്മൾ ഒരുപാട് വട്ടം ഓടിച്ചിട്ടുള്ള, ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും ഡാർക്ക് എഡിഷൻ കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ഡാർക്കായിട്ടുള്ള ഒരു വേർഷൻ വന്നു എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. അതിനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതൊക്കെ നന്ദി, നമസ്കാരം.